തെരഞ്ഞെടുപ്പ് പരസ്യം സംബന്ധിച്ച് ഇപ്പോൾ ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കുന്നു. ശരിയായോ ഈ സമയത്ത്? LDF പരസ്യം ഇന്ന് രണ്ട് പത്രങ്ങളിൽ കൊടുത്ത പരസ്യമുണ്ട്. LDF കൊടുത്തോ? പരസ്യത്തിന്റെ താഴെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നാണുള്ളത്. ആ പരസ്യത്തിന്റെ താഴെ പബ്ലിഷ് പ്രിന്റിംഗ് എന്നുള്ളത് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. എന്താണ് പറയുന്നത്? CPMന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് പ്രഭു അംഗീകരിച്ചിട്ട് പരസ്യം തെറ്റല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വായിച്ച പരസ്യം ഞാൻ കണ്ടില്ല. പാലക്കാട് വിഷയം മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടില്ല. കാണാത്തതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഞാൻ പാലക്കാട് പോയിട്ട് എന്താ അതിൽ പറയുന്നത്? വർഗീയ വിദ്വേഷം വിളമ്പുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് എടുത്തത് ശരിയാണ്. കഷ്ടം എന്നതാണ് അതിന്റെ ഒരു ഹെഡിങ്. സരിന്റെ തരംഗം എന്നതാണ് മറ്റൊരു ഹെഡിങ്. കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയം പ്രതിഫലിക്കും എന്നതാണ് അങ്ങനെ ഒരു ഹെഡിങ് വെച്ച 3 വാർത്തയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ രണ്ട് പ്രബലമായ മുസ്ലിം സംഘടനകൾ പുറത്തിറക്കുന്ന പത്രത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു പരസ്യം എന്നുള്ളതൊരു ന്യൂനപക്ഷ പ്രീണനമായി തോന്നുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു ആ പരസ്യം വന്നത് പാലക്കാട് മാത്രമാണെന്ന്. ഞാൻ പാലക്കാട് നല്ല വരുന്നത്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കാണാത്തതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മനോഭാവം. എന്തെല്ലാം കൊടുത്താലും വീണ്ടും വീണ്ടും കൊടുത്താലും അതൊന്നും കാണാത്ത പോലെ കണ്ണടച്ചിരിക്കുന്ന BJP ഭരണത്തിന് ഇതൊന്നും കണ്ടഭാവം കാണിക്കാൻ പറ്റില്ല. അവർ കൊടുക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടി വാദിക്കുന്ന മുരളീധരന്മാരും കൊടുക്കാതിരിക്കാൻ കാത്തിരിക്കുന്ന മോഡിമാരും നയിക്കുന്ന BJP ആണ്. അതുകൊണ്ട് BJPയുടെ മുമ്പിൽ എത്ര തവണ കൊടുത്താലും അവർ പറയും കിട്ടിയില്ലെന്ന് പറയും. ഇവിടെ മോദിയല്ലേ വന്ന് പറഞ്ഞിട്ട് പോയത്? മോദി പറഞ്ഞ വാഗ്ദാനമില്ലേ? എന്ത് പറ്റിയതിന്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇന്നലെ കാണുന്നുണ്ട് എല്ലാം ഈ പറയുന്ന 2 പേപ്പർ മാത്രമല്ല എല്ലായിടത്തും കാണുന്നുണ്ട് BJPയുടെ ഭയങ്കര ആദിവാസി പ്രേരണ. ബിർസ മുണ്ട എന്ന് പറയുന്ന ആദിവാസി നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയും ചിത്രമെല്ലാം കാണിച്ചുകൊണ്ട് അവർ പറയുന്നു ഏറ്റവും വലിയ ആദിവാസി പ്രേമിയാണ് BJP എന്ന്. മോദിയും പറയുന്നുണ്ട് ഈ പ്രേമത്തെപ്പറ്റി. ഈ നുണ പറയുന്ന മോദി, നിരർത്ഥകമായ കാപട്യം നിറഞ്ഞ ആദിവാസി പ്രേമം പുലമ്പുന്ന മോദി, ഈ മോദി തലയ്ക്കൽ ചന്തുവിനെ അറിയുമോ? തലയ്ക്കൽ ചന്തു കേരളത്തിൻ്റെ സമരനായകനാണ്, ആദിവാസിയാണ്. വൈദേശിക പക്ഷത്തിൽ പോരാടിയിട്ടുള്ള സമരത്തിൻ്റെ മുൻനിര പടയാളിയാണ്. അദ്ദേഹത്തിൻ്റെ കുറിച്ചപ്പടയെ കേരളത്തിന് അറിയാം. ചരിത്രം മറക്കില്ല. പടയെ കുറിച്ചപ്പടയിൽ എല്ലാവരും ആദിവാസികളായിരുന്നു. ആ കുറിച്ചപ്പടയുടെയും തലയ്ക്കൽ ചന്തുവിൻ്റെയും മണ്ണാണ് വയനാട്. ആ വയനാട്ടിലെ ദുരന്തമാണ് ഇപ്പോൾ നിസ്സാരമായി BJP പറയുന്നത്. യഥാർത്ഥമായ പ്രവൃത്തി ചെയ്യേണ്ട കാര്യം വരുമ്പോൾ നിസ്സാരമെന്ന് പറയുന്നു. നാവ് കൊണ്ടുള്ള വാചകം അടിക്കേണ്ട കാര്യം വരുമ്പോഴത്തേക്കും വലിയ വർത്തമാനം പറയുന്നു. ഈ വൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായ പ്രവൃത്തികളിൽ നിന്ന് വഴിമാറിപ്പോകുന്ന പാർട്ടിയാണ് BJP. ആ BJPയെ പറ്റിയാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നത്. തരം കിട്ടുമ്പോഴെല്ലാം കോൺഗ്രസ്സുകാർ പറയുന്നത് മുഴുവൻ ഇടതുപക്ഷ വിരോധമാണ്. അറിയാതെ പോലും ഒരു BJP വിരുദ്ധ വർത്തമാനം പറയാൻ മടിക്കുന്നു കോൺഗ്രസ് പാർട്ടി. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിനെ പറ്റിയ ദുര്യോഗം. പാലക്കാട്ട് ജനങ്ങൾ അതും തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്തെല്ലാം അവർ പറഞ്ഞാലും ശരി, ആരെയെല്ലാം കൂടെ കൂട്ടിയാലും ശരി, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾ വിധിച്ചത് ശിക്ഷയായിരിക്കും. ആ ശിക്ഷ അധികം വൈകില്ല. അത് പാലക്കാട് കിട്ടും.